സൺറൈസേഴ്സ് ഹൈദരാബാദിനോടേറ്റ ആ വേദനാജനകമായ 5 വിക്കറ്റ് തോൽവിക്ക് പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സ് ടാറ്റ IPL 2026-ൽ നിന്ന് നേരത്തെ തന്നെ പുറത്താകുമെന്ന ഭീതിയിലാണ്. അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇപ്പോൾ നൂലിഴയിൽ തൂങ്ങിക്കിടക്കുകയാണ്. കൂടാതെ യോഗ്യത നേടാനുള്ള സാധ്യത വെറും 6.8 മുതൽ 28.4% വരെയായി കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾ ആദ്യ 3 പ്ലേ ഓഫ് സ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ലീഗ് ഘട്ടത്തിന്റെ അവസാനത്തെ അവശേഷിക്കുന്ന 4ാമത്തെയും അവസാനത്തെയും സ്ഥാനത്തിനു വേണ്ടിയുള്ള ഒന്നിലധികം ടീമുകളുടെ നെഞ്ചിടിപ്പേറ്റുന്ന പോരാട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. വെറും 12 പോയിന്റും -0.016 എന്ന ആശങ്കാജനകമായ നെഗറ്റീവ് നെറ്റ് റൺ റേറ്റുമായി 6ാം സ്ഥാനത്ത് തുടരുന്ന CSKയുടെ വിധി ഇപ്പോൾ അവരുടെ കൈകളിലല്ല. ഷെഡ്യൂളിൽ ഒരേയൊരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം മാത്രം ബാക്കിയുള്ളതിനാൽ അവർക്ക് നേടാനാകുന്ന പരമാവധി പോയിന്റുകൾ 14ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒരത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ മെയ് 21-ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ നിർണായക മത്സരത്തിലെ വിജയം ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായി മാറേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു നേരിയ വിജയം മാത്രം മതിയാകില്ല. തങ്ങളുടെ നെഗറ്റീവ് നെറ്റ് റൺ റേറ്റ് ഉയർത്തി രാജസ്ഥാൻ റോയൽസിന്റെ +0.027 എന്ന പോസിറ്റീവ് മാർജിനെ മറികടക്കാൻ മഞ്ഞപ്പട ടൈറ്റൻസിനെതിരെ കൂറ്റൻ മാർജിനിൽ മികച്ച വിജയം സ്വന്തമാക്കേണ്ടതുണ്ട്. ഈ വലിയ കടമ്പ കടന്നാൽ പോലും ചെന്നൈയുടെ കളിക്കാരും അവരുടെ ആരാധകരും പോയിന്റ് ടേബിളിൽ തങ്ങൾക്ക് മുകളിലുള്ള ടീമുകളുടെ പരാജയത്തിനായി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണ്. ഒന്നാമതായി 4ാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സ് തങ്ങളുടെ അവസാന നിർണായക മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് തോൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പഞ്ചാബ് 15 പോയിന്റിലെത്താതെ 13 പോയിന്റിൽ ഒതുങ്ങുകയുള്ളൂ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തങ്ങളുടെ ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയും ഈ ടീമുകളൊന്നും 14 പോയിന്റ് എന്ന മാന്ത്രിക സംഖ്യ കടക്കാതിരിക്കുകയും വേണം. ഈ ഫലങ്ങളെല്ലാം CSKയ്ക്ക് അനുകൂലമായി സംഭവിച്ചാൽ മാത്രം അതൊരു വലിയ പോയിന്റ് ടൈബ്രേക്കറിലേക്ക് നയിക്കും. അതായത് അഹമ്മദാബാദിൽ ഗുജറാത്തിനെതിരായ അവരുടെ കൂറ്റൻ വിജയം മറ്റു ടീമുകളെ മറികടക്കാൻ തക്കവണ്ണം വലുതായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചെന്നൈയുടെ നിലനിൽപ്പ്. ചുരുക്കത്തിൽ പ്ലേ ഓഫിലേക്ക് മുന്നേറാനും കിരീട പ്രതീക്ഷകൾ നിലനിർത്താനും യെല്ലോ ആർമിക്ക് മികച്ച ക്രിക്കറ്റിനൊപ്പം കുറച്ച് ഭാഗ്യം കൂടി അത്യന്തം